ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1995 പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളിൽ റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. 1995 ആകെ 8 ചിത്രങ്ങളാണ് റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ചത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. 1995 100 ദിവസം പ്രദർശിപ്പിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു ജനുവരി 12 തിയേറ്ററുകളിലെത്തിയ അനിയൻ ബാവ ചേട്ടൻ ബാവ. ജയറാമിനെ നായകനാക്കി രാജസേനൻ സംവിധാനം ചെയ്ത ഈ കോമഡി ഫാമിലി എന്റർടൈനർ ഗംഭീര മൗത്ത് പബ്ലിസിറ്റിയുടെ പിൻബലത്തിൽ അഭൂതപൂർവമായ വിജയമായിരുന്നു അക്കാലത്ത് കരസ്ഥമാക്കിയത്. അതുകൊണ്ട് തന്നെ എല്ലാ റിലീസിംഗ് കേന്ദ്രങ്ങളിലും മികച്ച പ്രതികരണം നേടിയെടുത്ത അനിയൻ ബാവ ചേട്ടൻ ബാവ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആയിരുന്നു നേടിയത്. 16 സെന്ററുകളിലാണ് അനിയൻ ബാവ ചേട്ടൻ ബാവ റിലീസ് ചെയ്തത്. ഈ ചിത്രം തിരുവനന്തപുരത്താണ് 100 ദിവസം പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരം ശ്രീകുമാർ ശ്രീവിശ കോംപ്ലക്സിൽ ഈ ചിത്രം 100 ദിവസം പ്രദർശിപ്പിച്ചു. കസ്തൂരിയും സംഗീതയും നായികമാരായി എത്തിയ ഈ ചിത്രത്തിൽ രാജൻ പി ദേവ്, നരേന്ദ്ര പ്രസാദ്, പ്രേംകുമാർ, ഇന്ദ്രൻസ് തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ജയറാമിന്റെ കരിയറിന് മികച്ച മൈലേജ് നേടിക്കൊടുത്ത അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന ചിത്രത്തിന്റെ കഥാ സംഭാഷണം റാഫി മെക്കാട്ടായിരുന്നു നിർവഹിച്ചിരുന്നത്. 95 റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച അടുത്ത മലയാള ചിത്രമായിരുന്നു മോഹൻലാലിന്റെ സ്ഫടികം. ഭദ്രൻ സംവിധാനം ചെയ്ത ഈ ചിത്രം മാർച്ച് 30 കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. ഷോഗൺ ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രം 28 സെന്ററുകളിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. മോഹൻലാൽ ആടുതോമയായി അരങ്ങ് തകർത്ത ഈ ചിത്രത്തിൽ തിലകനും ചാക്കോ മാഷ്ത കഥാപാത്രമായി ഗംഭീര പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ആരാധകർക്കും ന്യൂട്രൽ ഓഡിയൻസിനും ഒരേപോലെ അഭിപ്രായം നേടിയെടുക്കാൻ കഴിഞ്ഞ ഈ ചിത്രം അതുകൊണ്ട് തന്നെ ഗംഭീര വിജയമായിരുന്നു നേടിയിരുന്നത്. 95 ബ്ലോക്ക് ബസ്റ്റർ കാറ്റഗറിയിലുള്ള ഈ ചിത്രം റിലീസ് ചെയ്ത ഒട്ടുമിക്ക കേന്ദ്രങ്ങളിലും 50 ദിവസം പ്രദർശിപ്പിച്ച ചിത്രമായിരുന്നു. അതിൽ തന്നെ ഈ ചിത്രം 4 സെന്ററുകളിലാണ് 100 ദിവസം പ്രദർശിപ്പിച്ചത്. മോഹൻലാലിന്റെ 95 തന്നെ ഏറ്റവും വലിയ വിജയ ചിത്രമായി മാറിയ സ്ഫടികത്തിൽ ഉർവശിയായിരുന്നു നായിക. സ്ഫടികം ജോർജ്, നെടുമുടി വേണു, രാജൻ പി ദേവ്, KPS ലളിത, ചിപ്പി, അശോകൻ തുടങ്ങിയവരും മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 95 റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച മൂന്നാമത്തെ ചിത്രമായിരുന്നു മാർച്ച് 31 തിയേറ്ററുകളിലെത്തിയ മമ്മൂട്ടി നായകനായ മഴയെത്തും മുമ്പേ. ഈ ചിത്രം 21 സെന്ററുകളിലായിരുന്നു കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. മഴയെത്തും മുമ്പേ മികച്ച കുടുംബ ചിത്രമെന്ന അഭിപ്രായം നേടിയെടുത്തത് കൊണ്ട് തന്നെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഗംഭീര വിജയമാണ് നേടിയത്. ഫാമിലി പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഈ ചിത്രം വിഷു സീസന്റെ അഡ്വാൻറ്റേജും വിജയത്തിന് നിർണായകമായി. കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് ശ്രീനിവാസനായിരുന്നു. മുരളി ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രം എറണാകുളം സരിത സവിത കോംപ്ലക്സിലാണ് 100 ദിവസം പ്രദർശിപ്പിച്ചത്. ശോഭനയും മാനിയും നായികമാരായെത്തിയ ഈ ചിത്രത്തിൽ NF വർഗീസ്, സുകുമാരി, ശ്രീനിവാസൻ തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മമ്മൂട്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം രവീന്ദ്രനായിരുന്നു നിർവഹിച്ചത്. ചിത്രത്തിലെ ഗാനങ്ങളും വിജയത്തിന് നിർണായകമായി പങ്കുവഹിച്ചു. സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആയിരുന്നു ഈ ചിത്രം നേടിയത്. 95 100 ദിവസം പ്രദർശിപ്പിച്ച നാലാമത്തെ ചിത്രമായിരുന്നു ഏപ്രിൽ 6 തിയേറ്ററുകളിലെത്തിയ മാന്നാർ മത്തായി സ്പീക്കിംഗ്. 1989 പുറത്തിറങ്ങിയ റാംജിറോ സ്പീക്കിംഗ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി പുറത്തിറങ്ങിയ ഈ ചിത്രം മാണി സി കാപ്പനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഈ ചിത്രം 23 സെന്ററുകളായിരുന്നു കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. സിദ്ദിഖ് ലാലിന്റെ തിരക്കഥയിലൊരുങ്ങിയ ഈ ചിത്രത്തിൽ മുകേഷ്, സായി കുമാർ, ഇന്നസെന്റ് എന്നിവരായിരുന്നു മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മികച്ച കോമഡി ചിത്രം എന്ന ലേബലിൽ പുറത്തിറങ്ങിയ ഈ ചിത്രവും പ്രേക്ഷകർക്ക് വേണ്ട രീതിയിൽ സംതൃപ്തി നൽകി. അതുകൊണ്ട് തന്നെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സൂപ്പർ ഹിറ്റ് വിജയം കരസ്ഥമാക്കിയ മാന്നാർ മത്തായി സ്പീക്കിംഗ് പ്രമുഖ കേന്ദ്രങ്ങളൊക്കെയും നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചിരുന്നു. മാന്നാർ മത്തായി സ്പീക്കിംഗ് എറണാകുളത്താണ് 100 ദിവസം പ്രദർശിപ്പിച്ചത്. എറണാകുളം മൈമൂൺ ലുലു കോംപ്ലക്സിലാണ് ഈ ചിത്രം 100 ദിവസം കംപ്ലീറ്റ് ചെയ്തത്. വാണി വിശ്വനാഥ് നായികയായെത്തിയ ഈ ചിത്രത്തിൽ ബിജു മേനോൻ, ജനാർദ്ദനൻ, ഇന്ദ്രൻസ്, കൊച്ചിൻ ഹനീഫ, KP ഉമ്മർ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 95 റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച അടുത്ത മലയാള ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 13 തിയേറ്ററുകളിലെത്തിയ മമ്മൂട്ടിയുടെ അഭിഭാഷകന്റെ കേസ് ഡയറി. മമ്മൂട്ടി അനിയൻ കുരുവിള എന്ന വക്കീൽ കഥാപാത്രമായി അഭിനയിച്ച ഈ ചിത്രം ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. മധുവിന്റെ സംവിധാനത്തിൽ SN സ്വാമിയുടെ തിരക്കഥയിലൊരുങ്ങിയ ഈ ചിത്രം മികച്ച ഹൈപ്പോടെയായിരുന്നു തിയേറ്ററുകളിൽ എത്തിയിരുന്നതെങ്കിലും ആ ഹൈപ്പിനൊത്ത
പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും വിഷു സീസണിന്റെ അഡ്വാൻറ്റേജിൽ ആവറേജ് വിജയം കൈവരിച്ച ചിത്രമായിരുന്നു അഭിഭാഷകന്റെ കേസ് ഡയറി. 19 സെന്ററുകളിലായിരുന്നു അഭിഭാഷകന്റെ കേസ് ഡയറി റിലീസ് ചെയ്തത്. ഈ ചിത്രം തിരുവനന്തപുരത്താണ് 100 ദിവസം പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരം SL കോംപ്ലക്സിൽ 101 ദിവസമായിരുന്നു അഭിഭാഷകന്റെ കേസ് ഡയറി പ്രദർശിപ്പിച്ചത്. നരേന്ദ്രപ്രസാദ്, ജഗദീഷ് ശ്രീകുമാർ, വിജയരാഘവൻ, രാജൻ ബിദേവ്, കാവേരി തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ഹീരയായിരുന്നു നായികയായി എത്തിയത്. 95 കേരള ബോക്സ് ഓഫീസിൽ 100 ദിവസം പ്രദർശിപ്പിച്ച അടുത്ത ചിത്രമായിരുന്നു മെയ് 10 തിയേറ്ററുകളിലെത്തിയ സുരേഷ് ഗോപി നായകനായ സാദരം. ഈ ചിത്രം 20 സെന്ററുകളിലായിരുന്നു കേരളത്തിലെ തിയേറ്ററുകൾ റിലീസ് ചെയ്തത്. കൃപ ഫിലിംസ് നിർമ്മിച്ച് ജോസ് തോമസ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. സുരേഷ് ഗോപി ആക്ഷൻ ഹീറോ ഇമേജ് ഒഴിവാക്കി തികച്ചും കുടുംബ ചിത്രങ്ങളിലേക്കുള്ള കാൽവെപ്പുമായി എത്തിയ സാദരം തരക്കേടില്ലാത്ത കുടുംബചിത്രം എന്ന പേര് നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ടിൽ ഈ ചിത്രം ആവറേജ് വിജയം കൈവരിച്ചു. സാദരം കോഴിക്കോടാണ് 100 ദിവസം പ്രദർശിപ്പിച്ചത്. കോഴിക്കോട് കൈരളി ശ്രീ കോംപ്ലക്സിലായിരുന്നു ഈ ചിത്രം 100 ദിവസം പൂർത്തിയാക്കിയത്. AK ലോഹിദാസിന്റെ തിരക്കഥ സംഭാഷണത്തിലൊരുങ്ങിയ ഈ ചിത്രത്തിൽ ലാലു അലക്സും പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്തിരുന്നു. സുവർണ മാത്യു, കവിയൂർ പൊന്നമ്മ, ഗീത തുടങ്ങിയവരായിരുന്നു ഈ ചിത്രത്തിലെ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 95 കേരള ബോക്സ് ഓഫീസിൽ 100 ദിവസം പ്രദർശിപ്പിച്ച അടുത്ത ചിത്രമായിരുന്നു മോഹൻലാൽ നായകനായി എത്തിയ മാന്ത്രികം. ജൂലിയ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഈ ആക്ഷൻ എന്റർടൈനർ ചിത്രം സെപ്റ്റംബർ 5 കേരളത്തിലെ തിയേറ്ററുകളിലെത്തിയത്. മാന്ത്രികം 30 സെന്ററുകളിലായിരുന്നു കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. മോഹൻലാൽ സ്റ്റീഫൻ റൊണാൾഡ് എന്ന അണ്ടർ കവർ മിലിറ്ററി ഓഫീസറായി വേഷമിട്ട ഈ ചിത്രത്തിൽ പ്രിയ രാമൻ, മിത്ര ജോഷി, വിനീത എന്നിങ്ങനെ 3 നായികമാരായിരുന്നു ഉണ്ടായിരുന്നത്. കോമഡി, ആക്ഷൻ, റൊമാൻസ്, മികച്ച ഗാനങ്ങൾ എന്നിങ്ങനെ ഒരു എന്റർടൈനർ ചിത്രത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും സമന്വയിപ്പിച്ചെടുത്ത ഈ തമ്പി കണ്ണന്താനം ചിത്രം മോഹൻലാലിന്റെ ആരാധകർക്ക് ഏറെ സംതൃപ്തി നൽകി. അതുകൊണ്ട് തന്നെ ഗംഭീര ഇനീഷ്യലും മികച്ച കളക്ഷനുമായി മാന്ത്രികം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് ആവുന്ന കാഴ്ചയാണ് 95 ഓണം സാക്ഷ്യം വഹിച്ചത്. ഈ ചിത്രം എറണാകുളം ഷേണൈസ് കോംപ്ലക്സിലാണ് 100 ദിവസം പ്രദർശിപ്പിച്ചത്. ഹേമന്ത് രാവൺ വില്ലൻ വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ജഗദീഷ്, രഘുവരൻ, രാജൻ ബി ദേവ്, മധുപാൽ, കൃഷ്ണകുമാർ, വിനായകൻ, വൈഷ്ണവി തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട താരങ്ങൾ. 95 കേരള ബോക്സ് ഓഫീസിൽ 100 ദിവസം പ്രദർശിപ്പിച്ച അടുത്ത ചിത്രമായിരുന്നു നവംബർ 11 റിലീസ് ചെയ്ത മെഗാ ഹിറ്റ് ചിത്രം ദ കിങ്. മാക് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം 95 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായിരുന്നു. ദി കിങ് അക്കാലത്ത് റെക്കോർഡ് റിലീസുമായാണ് കേരളത്തിലെ തിയേറ്ററുകളിലെത്തിയത്. 40 സെന്ററുകളിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തത്. പല തിയേറ്ററുകളിലും അന്നുവരെ ഉണ്ടായിരുന്ന സകല കളക്ഷൻ റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച ഈ ചിത്രത്തിൽ മമ്മൂട്ടി തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് എന്ന ശക്തനായ കളക്ടറുടെ കഥാപാത്രമായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. രഞ്ജി പണിക്കർ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിയും അതിഥി വേഷത്തിലെത്തിയിരുന്നു. വാണി വിശ്വനാഥ് നായികയായി അഭിനയിച്ച ഈ ചിത്രത്തിൽ മുരളിയായിരുന്നു വില്ലൻ വേഷം കൈകാര്യം ചെയ്തിരുന്നത്. റിലീസ് സെന്ററുകളെ കൂടാതെ പല BC സെന്ററുകളിലും റെക്കോർഡ് സൃഷ്ടിച്ച ദ കിങ് തിരുവനന്തപുരത്ത് 100 ദിവസം കംപ്ലീറ്റ് ചെയ്ത മമ്മൂട്ടി ചിത്രമാണ്. തിരുവനന്തപുരം ധന്യാരി ഇമ്പാക്ട് കോംപ്ലക്സിലായിരുന്നു 100 ദിവസം പ്രദർശിപ്പിച്ചത്. 95 ജയറാമിന്റെ ആദ്യത്തെ കൺമണി, പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്നീ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റ് പട്ടികയിൽ ഇടം പിടിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ ഈ 2 ചിത്രങ്ങളും 100 ദിവസം കംപ്ലീറ്റ് ചെയ്തില്ല. ആകെ സമ്മറി നോക്കുമ്പോൾ 95 100 ദിവസം പ്രദർശിപ്പിച്ച ചിത്രങ്ങളിൽ 3 ചിത്രങ്ങൾ മമ്മൂട്ടിയുടേതായി ഉണ്ടായിരുന്നു, 2 ചിത്രങ്ങൾ മോഹൻലാലിന്റെയും ഓരോരോ ചിത്രങ്ങൾ വീതം സുരേഷ് ഗോപിയുടെയും ജയറാമിന്റെയും ഇടം പിടിച്ചു. ഇത്രയുമാണ് 1995 100 ദിവസം പ്രദർശിപ്പിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.